ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്ന വുഡ് ചിപ്പർ ഷീഡർ മെഷീനാണ്. ഒരു 3 ഏക്കർ അല്ലെങ്കിൽ ഒരു 2-3 ഏക്കറെങ്കിലും മിനിമം സ്ഥലമുള്ളവർക്ക് അത്യാവശ്യം വേണ്ട ഒരു മെഷീനാണ് വുഡ് ചിപ്പർ ഷീഡർ മെഷീൻ. അതുകൊണ്ട് അത്യാവശ്യം സ്ഥലം എനിക്കുള്ളതുകൊണ്ടും വേസ്റ്റ് ഉള്ളതുകൊണ്ടും ഞാൻ ഒരെണ്ണം ഏതായാലും മേടിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ മെഷീൻ ചൈന മെയ്ഡാണ്. ഇതിന് 70,000 രൂപ കൊടുത്താണ് വാങ്ങിയത്. ഇനി ഈ മെഷീൻ്റെ അൺബോക്സിംഗ് ആണ്, തുടർന്ന് ഉപയോഗക്രമങ്ങളുമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഏതായാലും വീഡിയോ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ബോക്സ് പൊളിക്കുന്നത് ഏതായാലും ഞാൻ കാണിക്കുന്നില്ല. മെഷീൻ അസംബിൾ ചെയ്തതിന് ശേഷം ബാക്കി വിവരങ്ങൾ ഞാൻ പറയാം. മെഷീൻ ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗമാണ് പൊളിച്ചത്. അടിഭാഗം പൊളിച്ച് കഴിഞ്ഞാൽ ഒരു മെച്ചമുണ്ട്, നമുക്ക് മെഷീൻ എടുക്കാൻ എളുപ്പമുണ്ട്. രണ്ടാമത് അതിൻ്റെ മോള് ഭാഗം ഒരു ബോക്സായി കിട്ടുകയും ചെയ്യും. അത്യാവശ്യം വീട്ടിലെ പഴയ സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എപ്പോഴും ആവശ്യമില്ലാത്ത സാധനങ്ങളോ നമുക്ക് ഇതിനകത്ത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഇതിനൊരു ചെറിയ അടിഭാഗം കൊണ്ട് തന്നെ ഒരു ചെറിയ അടപ്പുണ്ടാക്കിയാൽ മതി. ഇനി മെഷീൻ അസംബിൾ ചെയ്ത് കാണിക്കാം. ഇതാണ് മെഷീൻ പരിപൂർണമായിട്ടും അസംബിൾ ചെയ്തതിന് ശേഷമുള്ള സാധനം. ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നുള്ളത് ഇതിൻ്റെ കാറ്റലോഗിലെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു 3 HP സിംഗിൾ ഫേസ് മോട്ടറാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് പ്ലഗായിട്ട് കിട്ടിയത് ഈ സാധനമാണ്. ഈ സാധനം നമ്മൾക്കിവിടെ ചേരാത്തതുകൊണ്ട് 20 ആംസിൻ്റെ ഒരു പ്ലഗ് പുറത്തുനിന്ന് വാങ്ങിച്ച് പിടിപ്പിച്ചു. ഇതാണ് ആകെപ്പാടെ ഈ മെഷീന് വേണ്ടിയിട്ട് വാങ്ങിയിരിക്കുന്ന സാധനം. ഇതിൻ്റെ സാധനം ഫീഡ് ചെയ്യുന്ന ഹോപ്പർ പുറത്തേക്ക് പൗഡറായിട്ട് ഇറങ്ങി വരുന്ന സാധനമേ ഇതിൻ്റെ വീലുകളെ തള്ളിക്കൊണ്ട് കൊടുക്കാനുള്ള ഹാൻഡിൽ ഇത്രയും സാധനം ഡിറ്റാച്ച് ചെയ്തിട്ട് ഈ മെഷീൻ്റെ മുകളിൽ വെച്ച് കെട്ടിയിരിക്കുകയായിരുന്നു. അതാണ് അസംബിൾ ചെയ്തത്. അസംബിൾ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ സമയം മാത്രമേ എടുത്തുള്ളൂ. പെട്ടെന്ന് തന്നെ അസംബിൾ ചെയ്ത് തീർന്നു. പിന്നെ ഇത് 3 HP സിംഗിൾ ഫേസ് മോട്ടറാണ്. ഇതിന് ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഒരു ചെറിയ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സിക്കൊക്കെ കൊടുത്ത പോലെ ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ഈ സ്വിച്ച് തള്ളുകയും പിന്നീട് തിരിച്ച് തള്ളി നമുക്ക് ഇത് വീണ്ടും ഓണാക്കുകയും ചെയ്യാം. സാധനങ്ങൾ പുറത്തേക്ക് തള്ളി വരാതിരിക്കാനായിട്ട് റബ്ബറിൻ്റെ ഒരു ഫ്ലാപ്പും ഇതിന് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുറത്തേക്ക് സാധനങ്ങളൊന്നും തെറിക്കുകയില്ല. പിന്നെ ഇത് ഈ മോട്ടർ ബെൽറ്റ് ഡ്രിവണാണ്. ഇതിൻ്റെ അകത്ത് പോകാൻ സാധ്യതയുള്ളൊരു സാധനം കുറേ വർഷങ്ങൾക്ക് ശേഷം മോട്ടറിൻ്റെ ബെൽറ്റ് മാത്രമേ പോകാൻ സാധ്യതയുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇത് ചക്രത്തെ തള്ളിക്കൊണ്ട് നടക്കാൻ വളരെ ഈസിയാണ്. വലിയ ഭാരമൊന്നും നമുക്ക് തോന്നുന്നില്ല. മൊത്തം ഈ മെഷീൻ്റെ ഭാരം 60 കിലോഗ്രാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 2 പേർക്ക് ഒരു ചെറിയ പെട്ടി ഓട്ടോറിക്ഷയിലോ എന്തെങ്കിലും കയറ്റിക്കൊണ്ട് കൊണ്ടു നടക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ മോട്ടർ ഇലക്ട്രിക് മോട്ടർ അല്ലാതെ ഇത് തന്നെ പെട്രോൾ എഞ്ചിനും വാങ്ങിക്കാൻ കിട്ടും. അതിന് ഇതിലും 5000 രൂപയും കൂടെ വിലക്കുറവാണ്. ഇത് ഇവിടെ വന്നപ്പോഴത്തേനും ചക്രത്തിന് കാറ്റില്ലായിരുന്നു. കാറ്റ് കൊണ്ടുപോയി നിറയ്ക്കുകയാണ് ചെയ്തത്. ഏകദേശം 30 പൗണ്ട് കാറ്റാണ് നിറച്ചിരിക്കുന്നത്. ചക്രമൊക്കെ ഊരിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നടുക്കത്തെ ഒരു നട്ടഴിച്ചാൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് ചക്രം ഊരിയെടുക്കാം. ഇനി മെഷീൻ ഓടിച്ച് നോക്കാം നമുക്ക്. ആദ്യം ഇടുന്നത്
ചകിരി തീർത്തും ചെറിയ കഷ്ണമായിട്ട് പൊടിയില, ഒരുവിധം ഒന്ന് നുള്ളി കീറിയിട്ട പോലെയുള്ള കഷ്ണമായിട്ടേ വരികയുള്ളൂ. അതുപോലെ തന്നെ ഇലയും ഏകദേശം ഞുള്ളി കീറിയിട്ട പോലെ വരുള്ളൂ, ചെറിയ ചെറിയ തരിയായിട്ട് വരികയില്ല. അതേസമയം വലിയ തണ്ടുകളെല്ലാം ചെറിയ ചെറിയ കഷ്ണമായിട്ട് കിട്ടും. ഇത് നമുക്ക് ജൈവവളമാക്കാൻ എളുപ്പമുണ്ട്. വളരെ പെട്ടെന്ന് ഇത് ദ്രവിച്ച് ജൈവവളമായി കിട്ടും. ഇല്ല എങ്കിൽ ഈ പ്രത്യേകിച്ചും തേക്കിൻ്റെയൊക്കെ കോല് വർഷങ്ങളോളം പറമ്പിൽ വെറുതെ കിടക്കുകയുള്ളൂ. ഇത് ദ്രവിച്ച് മണ്ണോട് ചേരാനായിട്ട് ഏറ്റവും ചുരുങ്ങിയത് 5 വർഷമെങ്കിലും എടുക്കും ഇത് വെറുതെ കിടന്നു കഴിഞ്ഞാൽ. ഇതിപ്പോൾ 1 വർഷത്തിനകം ജൈവവളമായി കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഏതായാലും ഗ്രോ ബാഗ് നിറയ്ക്കുന്നവർക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗ്രോ ബാഗ് നിറയ്ക്കാനാണ് നമ്മൾ 1/3 ഭാഗം അടിയിൽ പച്ചിലച്ചവറാണ് ഇടുന്നത്. അത് ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഏകദേശം 2 മണിക്കൂർ ഓടിയപ്പോഴത്തേനും കിട്ടിയതാണ് ഇപ്പോൾ ഇവിടെ ഈ മല പോലെ കൂട്ടിയിരിക്കുന്ന ഈ സാധനങ്ങൾ. ഒരു വീട്ടിലത്തെ 1 വർഷത്തെ മുഴുവൻ ചവറും ഓടിക്കാനായിട്ട് ഒരു ദിവസം പോലും വേണ്ടി വരികയില്ല. ഒരു 3 ഏക്കറുള്ളവർക്ക് 1 ദിവസം പോലും വേണ്ടി വരികയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.